വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റിവ്യൂ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ടിപ്സിയുടെ ബ്യൂട്ടി ഹൈലൈറ്റിനെ കുറിച്ചിട്ടുള്ള ഹോണസ്റ്റ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ബിൽഡബിൾ കവറേജും വളരെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ദെൻ ഇലൂമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്ലോ നൽകുന്ന ഹൈലൈറ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് വളരെ ബെസ്റ്റ് ആയിട്ട് വാങ്ങാൻ പറ്റിയ നല്ലൊരു ഹൈലൈറ്റ് ആണ് ടിപ്സിയുടെ, അതായത് ചാച്ചിങ് ഹൈലൈറ്റർ. അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് 999 ആണ്. നമുക്കിപ്പം ആമസോണിലും അതേപോലെ തന്നെ കുറേ വെബ്സൈറ്റിലൊക്കെ ഓഫേഴ്സ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു കോഡ് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോഡ് ആഡ് ചെയ്താൽ എക്സ്ട്രാ ഓഫേഴ്സ്, അതായത് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് ആ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഹൈലൈറ്റർ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ആപ്ലിക്കേഷൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതേപോലെ പാലറ്റിൽ നിന്ന് നീഡഡ് ആയിട്ടുള്ള എമൗണ്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ബ്രഷിൽ. അതിനുശേഷം നോർമലി നമ്മൾ ഹൈലൈറ്റ് അപ്ലൈ ചെയ്യുന്ന പോലെ നമ്മുടെ ആ ഒരു ചീക്കിൻ്റെ ഏരിയയും ദെൻ നെക്സ്റ്റ് നമ്മുടെ ആ ഒരു നോസിൻ്റെ ഏരിയയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സാക്ട്ലി നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല കവറേജ് നൽകുന്ന ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ. ആ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഔട്ടർ പാക്കിംഗ് നോക്കുകയാണെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബേസ്ഡ് പാക്കിംഗ് ആണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് പ്രൊഡക്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാക്കേജിങ് കൂടെ ഉണ്ട്. ദെൻ നമ്മുടെ ഈ ഒരു പാലറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാർഡ് ബേസ് ആയിട്ട് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ ആ ഒരു ഹൈലൈറ്ററിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 8 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ എത്ര ഷെൽഫ് ലൈഫാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ആ ഒരു ഇയർ വൈസ് നോക്കുകയാണെങ്കിൽ 2 ഇയർ ഷെൽഫ് ലൈഫാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 അല്ല കേട്ടോ, എക്സാക്ട്ലി ഒരു 3 ഇയർ ഷെൽഫ് ലൈഫാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ 999 ആണ്. ഈ ഒരു 999 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ എക്സാക്ട്ലി വർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഒരിക്കലും നമുക്ക് മണി ലോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു കോഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ് ടു ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നൈക്കയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ ഒരു ടിപ്സി അവൈലബിൾ ആണ്. അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഹൈലൈറ്റർ അഫോർഡബിൾ പ്രൈസിന് നോക്കുകയാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ബിൽഡബിൾ കവറേജ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഒരുപാട് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഷെയ്ഡിൻ്റെ നെയിം നോക്കുകയാണെങ്കിൽ സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്കിൻ ടൈപ്പിന് അത്യാവശ്യം ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഷെയ്ഡാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വൈൽഡ് വെറൈറ്റീസ് ഓഫ് ഷെയ്ഡ്സിൽ നമുക്ക് ഈ ഒരു ഹൈലൈറ്റർ അവൈലബിൾ ആണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്, ബിൽഡബിൾ ആയിട്ടുള്ള കവറേജ് ആണ് നമുക്ക് നൽകുന്നത്. അതേപോലെ തന്നെ നല്ല ഇലൂമിനേറ്റിംഗ് ആയിട്ടുള്ള ഗ്ലോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാനദണ്ഡമായിട്ട് ഒരു ഹൈലൈറ്റർ നോക്കുകയാണെങ്കിൽ ഷുവറായിട്ടും ഈ ഒരു ഹൈലൈറ്റർ എന്തുകൊണ്ടും നല്ലതാണ്. അതേപോലെ തന്നെ കുറേ നേരം നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലാവുമല്ലോ. നോർമലി നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു പർപ്പസിന് നമുക്ക് വളരെ ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്തതിൻ്റെ ഹോണസ്റ്റ് ബേസിലാണ് ഈ ഒരു റിവ്യൂ ഞാൻ ഇട്ടിട്ടുള്ളത്. ഷുവറായിട്ട് നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹൈലൈറ്റർ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു മണിക്ക് വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൂടിയാണ്. പ്രീമിയം പ്രൊഡക്റ്റ് വിത്ത് പ്രീമിയം പാക്കേജിങ് നമുക്ക് ഒറ്റ വേർഡിൽ പറയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടിപ്സിയുടെ ഈ ഒരു ഹൈലൈറ്ററിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ.